ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ പേക്കോലം കണ്ട് നിങ്ങൾ പേടിക്കുമോയെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്നറിയില്ല, നമ്മൾ കണ്ണൂരായിട്ടും ഞാൻ ഇടയ്ക്ക് സംസാരിക്കുമ്പം അറിയത്തില്ല, പറ്റത്തില്ല, അങ്ങനെയൊക്കെ വരുന്നത്. എന്താണാവോ, അതെന്ത് തേങ്ങെങ്കിലായിട്ട്. അപ്പം ഞാൻ വന്നത് മേക്ക് ഓവർ വീഡിയോ അല്ല, ഗെറ്റ് റെഡി വിത്ത് വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബട്ട് പവർഫുൾ. അപ്പോൾ നമ്മൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിച്ചല്ലോ, അപ്പോൾ ഒന്ന് ഹെയർ ഡ്രയർ വെച്ച് നമുക്കൊന്ന് മുടി ഉണക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ഡെയിലി ഈ ഹെയർ ഡ്രയറെല്ലാം വെച്ചിട്ടായിരിക്കും മുടി ഉണക്കുന്നുണ്ടാവും. എവിടുന്ന്? എൻ്റെ തല ഭയങ്കര ചൂടായതുകൊണ്ട് കുളിച്ച് പുറത്തിറങ്ങിയ ഉടനെ എൻ്റെ മുടി ഉണങ്ങുന്നത്. പക്ഷേങ്കിൽ ഇതെനിക്ക് ഇപ്രാവശ്യം ഏട്ടൻ വരുമ്പോൾ കൊണ്ടുതന്നതാണ്. അപ്പം ഞാനിത് ഔദ്യോഗികമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ഉദ്ഘാടനം ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിത് ഓണാക്കിയതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ കൂടി എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഇത് യൂസ് ചെയ്യില്ല. പ്രത്യേകിച്ച് തലയിൽ ഞാൻ അങ്ങനെ ഹെയറിലധികം പരീക്ഷണങ്ങൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി എന്താവുമെന്ന് ആർക്കറിയാം. എന്തായാലും ഉപയോഗിച്ച് നോക്കാം. കൊണ്ടുതന്നതല്ലേ. ആദ്യമായിട്ട് ഞാൻ പറയാണ്ട് തന്നെ എനിക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുതരില്ല. അതിൽ മുടിയിൽ പരീക്ഷിക്കുന്ന സാധനങ്ങൾ എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവും എനിക്ക് കൊണ്ടുതരുന്നത് വളരെ കുറവാണ്. പക്ഷേ ഇത് എന്താണെന്നറിയില്ല, ഹെയർ ഡ്രയറെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായി. അപ്പം ഞാൻ യൂസ് ചെയ്തതാണ്. ഇതിങ്ങനെ തന്നെയാണോ യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ എനിക്കറിയില്ല. എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടുന്നുണ്ട്. മുടി ഉണങ്ങിയെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടൊന്നുമില്ല. അവസാനം ഞാനത് ഓഫാക്കിയിട്ടിട്ട് ഞാൻ എൻ്റെ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് തന്നെ ഞാൻ ഉണക്കിയിട്ടുണ്ടായത്. നോർമലി ഉണക്കുന്ന പോലെ തന്നെ ഉണക്കിയിട്ടുണ്ടായ ഹെയർ ഡ്രയർ നമുക്ക് സെറ്റാവില്ല ബ്രോ. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കൈയൊക്കെ പൊള്ളുന്നെല്ലാം ഉണ്ട്. ഞാൻ ചൂട് കൂട്ടിയിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര ഹീറ്റ് അധികമായിട്ട് കൈയൊക്കെ പൊള്ളി. പിന്നെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കാറ്റ് കിട്ടുമ്പം ഒരു സുഖം. അങ്ങനെ അതൊക്കെ അതിനെക്കൊണ്ട് കുറേ കോപ്രായങ്ങളെല്ലാം കാട്ടിക്കൂട്ടി അതവിടെ മാറ്റി വെച്ചു. കാരണം നമുക്കതൊന്നും സെറ്റാകുമെന്ന് തോന്നുന്നില്ല. കാരണം മുടി ഉണങ്ങുന്നില്ല, വെറുതെ കരണ്ടും കളയാൻ സമയവും പാഴാക്കാൻ. അതുകൊണ്ട് അതവിടെ മാറ്റി വെച്ച് നമ്മൾ സ്ഥിരം പരിപാടിയിലേക്ക് മുടിയൊക്കെ ചീവി ഒതുക്കി സെറ്റാക്കി. പിന്നെ കുറച്ച് സൺസ്ക്രീൻ ഇടാം. വൈകുന്നേരമായാലും സൂര്യന് നമ്മളോട് ഇത്തിരി ദേഷ്യമുള്ള സമയമായതുകൊണ്ട് വാരി അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ സൺസ്ക്രീൻ ഇടായിട്ട് സൂര്യൻ നമ്മളെ അങ്ങനെ പൊള്ളിക്കാൻ വേണ്ടി വരണ്ട. അതുകൊണ്ട് ഞാൻ അങ്ങ് സൺസ്ക്രീൻ എല്ലാം വാരിയിട്ട്, പിന്നെ അതിനിടയിൽ ഓണത്തിന് പൊട്ട് കച്ചവടം എന്ന് പറഞ്ഞ മാതിരി ഞാനൊരു റീൽസും എടുത്ത്, ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി റീൽസും എടുത്തു. എന്നാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടി എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷീനെ പോലെ റീൽസും എടുത്തു, ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തു. അപ്പം അങ്ങനെ സംഭവം അടിപൊളിയല്ലേ? അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രഹസനങ്ങളെല്ലാം കാണിച്ച്. എനിക്ക് വെറും പ്രഹസനം മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ? അല്ലല്ല, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മേക്കപ്പ് സെക്ഷനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കമ്മലിടണം. ഇപ്പം കമ്മൽ ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷനായി. പിന്നെ നമ്മൾ വിചാരിച്ചു ആദ്യം എടുത്ത ആളെ തന്നെ നമ്മളെടുക്കാം, അയാൾക്കൊരു സങ്കടം ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ കമ്മൽ തന്നെ എടുത്ത് അതിട്ട് അങ്ങനെ വാച്ചെല്ലാം കെട്ടി. ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് തന്ന വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാൽവിൻ ക്ലീൻ്റെതാണ്. അങ്ങനെ വാച്ചൊക്കെ ഇട്ട് റെഡിയായി. അപ്പോഴാണ് ഓർമ്മ വന്നത്, ഷാള് കാണുന്നില്ലല്ലോ. പിന്നെ എൻ്റെ സാധനങ്ങളെന്നെല്ലാം പറഞ്ഞാൽ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നുള്ള അവസ്ഥയാണ്. ഒന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്പുറത്തെ പറമ്പത്താണ് ഉണ്ടാവുക. അങ്ങനെ ആരെല്ലാം പരത്തി കണ്ടുപിടിച്ച് ഷാളെല്ലാം ഇട്ട്. ഷാളൊന്നൊരു അനുസരണയില്ല. നോക്കിയാട്ടെ, ഇടുന്നതിനെ ഒഴുകി അങ്ങ് പോവുക ചെയ്യുന്നത്. പിന്നെ അതിനെല്ലാം പിടിച്ചൊരു സൈഡിലാടെ ആക്കി വെച്ച് അങ്ങനെ പോവാൻ റെഡിയായി നിന്നപ്പോൾ ഓർമ്മ വന്നേ, പ്രധാനപ്പെട്ട ഒരാളെ മറന്നുപോയി. ഇതില്ലാണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാറ്റക്കേസാ. അങ്ങനെ കുറേ സ്പ്രേ എല്ലാം വാരി പൂശി അങ്ങനെ നമ്മളിതാ റെഡിയായി. ഇനി കല്യാണത്തിന് പോയി ബിരിയാണി നിന്നിട്ട് വരാം. ടാറ്റാ.